ഹലോ, കുട്ടികൾക്കൊക്കെ ഷവർമ്മ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ സേഫായിട്ട് കുട്ടികൾക്ക് എത്ര വേണേലും കഴിച്ചാലും യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത രീതിയിലുള്ള ഷവർമ്മ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചാണ്, പ്രത്യേകിച്ച് വലിയ പ്രൊഫഷണൽ രീതിയിലൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു ഷവർമ്മയാണിത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഞാൻ കുറച്ച് മുളക് പൊടി, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, തൈരിൽ നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. കുരുമുളക് പൊടിയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഇതെല്ലാം തൈര് ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുത്തു. പിന്നെ നമ്മൾ ചിക്കൻ പീസ് എടുത്തു. ഞാനിവിടെ ഈ പറഞ്ഞല്ലോ, കറക്കിയെടുക്കാനായിട്ട് വെച്ചിരുന്ന ചിക്കനിൽ നിന്ന് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസ് എടുത്ത് മാറ്റിയതാണിത്. അല്ലാതെ സ്പെഷ്യലായിട്ട് ഷവർമ്മയ്ക്ക് വേണ്ടി എടുത്തതൊന്നുമല്ല. ആ പീസ്, ബോൺലെസ് ആയിട്ടുള്ള ആ ചിക്കൻ പീസ് എടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന ആ തൈര്, കുരുമുളക്, മുളക് പൊടി അതിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇതിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് അതിൻ്റെ മാവ് റെഡിയാക്കാനായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ പഞ്ചസാര ചേർത്തു. ഇനി അതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടി ചേർക്കാം. ഇതൊന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം അതൊന്ന് പുളിച്ചു വന്നപ്പോൾ അത് 1 കപ്പ് മൈദ എടുത്ത് ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് ഈ ഈസ്റ്റിൻ്റെ മിക്സ്ചർ ചേർത്ത് നമ്മളൊന്ന് കുഴച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് ഇനി പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിപ്പോൾ ചിക്കൻ എടുത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ മാവ് കുഴച്ച് അതും നമ്മളെടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇനി നമുക്കൊന്ന് മയോണൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇന്ന് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പച്ചമുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത്തവണ അത് പുഴുങ്ങിയ മുട്ട കൊണ്ട് ചെയ്യാമെന്ന് വെച്ചു. അതിനായി ഞാൻ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആ 2 പുഴുങ്ങിയ മുട്ട അത് മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അത്രയും വേണ്ട, ഒരു 2 ടീസ്പൂൺ ഒക്കെയാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുള്ളത്. 2-3 ടീസ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് ഒരു നാരങ്ങ നീര് വേണം. ഒരു പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് ഞാനിതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വിനാഗിരി മതി. എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അരച്ചപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് വന്നത്. കുറച്ച് ലൂസാക്കാൻ വേണ്ടി 1-2 സ്പൂൺ വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തത്. 2 സ്പൂൺ വെള്ളം ചേർത്ത് ഒന്നും കൂടി അരച്ചപ്പോൾ നല്ല തിക്കുവാണ്, നല്ല ഫ്ലോ ആയിട്ടുള്ള എന്താ പറയുക മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം എടുത്തു വെച്ചിരുന്ന മാവ് കൊണ്ട് പരത്തി കുബൂസ് ചുട്ടെടുക്കാം. അതെല്ലാം വളരെ നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം ഇവിടെ ചുട്ടെടുത്ത് വയ്ക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ഫിംഗർ ചിപ്സ്, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം ചേർത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുവാണ്. ഞാനിത് വറുത്ത് കോരിയല്ല, ഇങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ ഇട്ട് വറുത്തു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചിക്കൻ വറുക്കാമല്ലോ എന്ന് വെച്ചാണ് ഇങ്ങനെ ചെയ്തത്. ഉണ്ടോ, ആ ഫിംഗർ ചിപ്സ് എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ ഞാൻ ആ ചിക്കൻ പീസ് എടുത്ത് അതും വറുക്കാൻ വെക്കുവാണ്. ഇത്രയധികം എണ്ണയുടെ ആവശ്യമില്ല സത്യത്തിൽ. ആ ഫിംഗർ ചിപ്സിൻ്റെ ആ എണ്ണയുടെ ബാക്കിയായിരുന്നത്. ഞാൻ പിന്നീട് എണ്ണയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. തിരിച്ചും മറിച്ചും ഒക്കെ ഒത്തിരി പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആ ചിക്കൻ പീസ് എല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ ചിപ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കൂടി വേണം. അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കുംബറും തക്കാളിയും പിന്നെ ഒനിയനുമാണ്. ഇത് 3 ശകലം നാരങ്ങ നീരും ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം.
ഓരോ കുബൂസായിട്ട് എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം മയോണൈസും പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തത്. അതും കൂടെ തേച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ ചിപ്സ് വെച്ചു. പിന്നെ അതിലേക്ക് വെജിറ്റബിൾസ് വയ്ക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു നമ്മുടെ ഇഷ്ടത്തിലുള്ള ഓർഡറിൽ വയ്ക്കാം. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ചിക്കനും കൂടെ വയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുള്ള അത്യാവശ്യമുള്ള ആ സാധനം വെച്ചിട്ടാണ് ചെയ്തത്. ഇതിന് സ്പെഷ്യലായിട്ട് എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ചിക്കനൊക്കെ വെക്കാമായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സോസും കൂടി എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മടക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് റാപ്പ് ചെയ്തെടുത്തു. പിള്ളേർക്ക് കാണുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തിയുമാണ്, നമുക്ക് വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. താങ്ക് യു.